വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കിഡ്സിൻ്റെ തയ്യൽക്കൂലിയാണ് കേട്ടോ. കേരളത്തിലെ നമ്മളപ്പോൾ ഇതിനു മുന്നേ വലിയ ആൾക്കാരുടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നതാണ്. കുട്ടികളുടെ റേറ്റ് മാത്രം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാവോ, കുട്ടികൾക്ക് എങ്ങനെയാണ് റേറ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് അതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ക്രോപ്പ് ടോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിളായിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 250 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഹാഫ് സർക്കിൾ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 150 രൂപയാണ് വരുന്നത്. ഫുൾ സർക്കിൾ സ്കേർട്ടാണ് എന്നുണ്ടെങ്കിൽ 200 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എമൗണ്ട് എല്ലാം സ്റ്റാർട്ടിങ് റേറ്റ് ആണ് കേട്ടോ. സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുമ്പോൾ അത് എല്ലാം നോർമലായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങിലായിരിക്കും വരുന്നത്. നിങ്ങൾ അഡീഷണലായിട്ട് അതിലെന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിൽ കിട്ടില്ല. എക്സ്ട്രാ അതിന് എമൗണ്ട് ആവുന്നതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങി കൊടുക്കുന്നുണ്ട്, ലേസൊക്കെ ആണെന്ന് തന്നെ നിങ്ങൾ വാങ്ങി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടും റേറ്റിന് ചേഞ്ച് വരാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പട്ടുപാവാട സെറ്റിൻ്റെ നോക്കാം. സിമ്പിളായിട്ട്, അതായത് നോർമലായിട്ടുള്ളൊരു പട്ടുപാവാട, അതിൽ പഫ് സ്ലീവും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നോർമലായിട്ടുള്ളൊരു പട്ടുപാവാട സെറ്റ് കുട്ടികളുടെ ചെയ്യാൻ വേണ്ടിയിട്ട് 600 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പട്ടുപാവാടയുടെ ടോപ്പ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. ഇനി പട്ടുപാവാട തന്നെ പ്ലീറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് 230 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. സിമ്പിളായിട്ട് സ്കേർട്ട് ആൻഡ് ടോപ്പ് ആ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 400 രൂപയാണ് ആവുന്നത്. ഒരു പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് നമുക്ക് വരുന്നത്. ഇനി കുട്ടികളുടെയൊക്കെ കുപ്പായം ഉണ്ടല്ലോ, കുഞ്ഞു കുട്ടികളുടെ, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 60 രൂപയൊക്കെയാണ് വരുന്നത്. കിഡ്സിൻ്റെ തന്നെ എലൈൻ ഫ്രോക്ക് ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് 250 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. കിഡ്സിൻ്റെ പ്രിൻസസ് കട്ട് ടോപ്പ്, അതായത് ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ പ്രിൻസസ് കട്ടിൽ വരുന്നത്, അതിന് 200 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പ്രിൻസസ് കട്ടിൽ തന്നെ ലോങ് ആയിട്ടൊരു ടോപ്പ് പോലെ ഒരു കുർത്തി പോലെയൊക്കെ ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ 290 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഫ്രോക്ക് സിമ്പിളായിട്ട് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യാൻ, അതായത് നോർമൽ നമ്മൾ ഷോൾഡറിലൊക്കെ കെട്ടൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കില്ലേ, അപ്പോൾ അതിന് 200 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇനി യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഫ്രോക്ക് വരുമല്ലോ താഴെ അമ്പർലയൊക്കെ വെച്ചിട്ട്, അപ്പോൾ അതിന് സ്റ്റാർട്ടിങ് 250 രൂപയാണ് വരുന്നത്. അമ്പർല വെച്ച് തന്നെ ഫുൾ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 300 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അത് സിമ്പിളായിട്ടുള്ള ഒരു ഫുൾ ഫ്രോക്കായിരിക്കും. സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 50 രൂപയാണ് വാങ്ങിക്കുന്നത്. ഒരു ടോപ്പ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 രൂപയാണ് വാങ്ങിക്കുന്നത്. കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഷർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ് 200 രൂപയാണ് എമൗണ്ട് വരുന്നത്. പിന്നെ പലാസോ ടോപ്പും കൂടെ ഉള്ള ഒരു ഫങ്ഷൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് 800 രൂപയാണ്. അതിൽ അഡീഷണൽ വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഷരാര സെറ്റ് ഇതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് 900 രൂപയാണ് സ്റ്റാർട്ടിങ് എമൗണ്ട് വരുന്നത്. അതേപോലെ തന്നെ ഫങ്ഷനൊക്കെ പറ്റിയിട്ടുള്ള ബർത്ത്ഡേയ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഫ്രോക്ക് കുട്ടികളുടെ നെറ്റ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം ഹെവി ആയിട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ് 1500 രൂപയാണ് വരുന്നത്. അതിൽ നെറ്റിൻ്റെ എമൗണ്ട് കൂടി കുറച്ചും കൂടെ വർക്ക് വരുന്നതനുസരിച്ചിട്ട് എമൗണ്ടും കൂടുന്നതായിരിക്കും. കുട്ടികൾക്കുള്ള ടവലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിന് 60 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ പില്ലോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും 60 രൂപയാണ് സെറ്റിന് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതും കൂടെ നമുക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ ആണെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താൽ മതി. സായ ഡിസൈൻസ് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ID വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിന് മുന്നേ ഇതേപോലെ തന്നെ തയ്യൽക്കൂലിയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.